ഗോകുലാഷ്ടമിക്ക് നമ്മൾ നൈവേദ്യം பண்ணுறதில் വിശേഷപ്പെട്ട 2 നൈവേദ്യമാക്കും വെള്ളച്ചീടയും ഉപ്പുചീടയും. വെള്ളച്ചീടയും ഉപ്പുചീടയും ஆற்றுல നമുക്ക് எப்படி എളുപ്പം பண்ணலாம்னு பார்க்கலாம். இன்னைக்கு വെള്ളച്ചീടയുടെ പരുവം ரொம்ப എളുപ്പം നമുക്ക് പണിയെടുக்கிற പരുവമാക്കും കാണിക്കരുത്. അതുപോലെ ഉപ്പുചീടയും നമുക്ക് എളുപ്പം ரொம்ப ഒന്നും പൊട്ടാതെക്ക് നമുക്ക് എളുപ്പം പണിയെടുക്കപ്പെട്ട അതിൽ 1-2 കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ പോരും. ആദ്യം ഉപ്പുചീടയ്ക്ക് അരിശിപ്പൊടി, ഇതിപ്പോൾ വാങ്ങിന അരിശിപ്പൊടിയാക്കും, നന്ന ചൂടാവപ്പെട്ട രീതിയിൽ വറുത്ത് ചലിച്ചെടുക്കണം. 2 ടേബിൾ സ്പൂൺ വെണ്ണയും കായപ്പൊടിയും ഉഴുന്നുപരിപ്പ് கொஞ்சம் ചുമക്കറ കളറിൽ വറുത്തിട്ട് പിന്നെ പൊടിച്ച് ചലിച്ചെടുക്കണം. അതുപോലെ പൊട്ടുകടലപ്പൊടി മിക്സിയിൽ പോട്ട് പൊടിച്ച് ചലിച്ചെടുത്താൽ പോരും. இந்த சீடை பண்ணுறதில் ഏറ്റവും മെയിനായിട്ട് നമ്മൾ பார்ക്കേണ്ടത് നമ്മൾ ചലിച്ചെടുக்கிற அந்த പൊടിയിൽ തരി കാണപ്പെടാതെ, അരിശിപ്പൊടിയിലെ ആനാലും ഉഴുന്ന് പൊടിയിലെ ആനാലും പൊരികടലപ്പൊടിയിലും തരി കാണപ്പെടാതെ. അതുപോലെ 1/2 കപ്പ് തേങ്ങ, 1 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ കുരുമുളകും കൂടെ പോട്ട് கொஞ்சம் ജലം വിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കരുത്. അതിൻ്റെ മാവോടെ കൂടെ പിശഞ്ഞെടുത്തിട്ട് തേവയ്ക്കേറ്റ ജലം വിട്ട് നല്ല സ്മൂത്ത് മാവായിട്ട് പിശഞ്ഞെടുത്തിട്ടാൽ പോരും. നമ്മളെന്താ വെണ്ണ ആദ്യം മാവിൽ നന്ന തേച്ചെടുത്തിട്ട് വേണം അരച്ച തേങ്ങ ചേർക്കുന്നത്. ഇതായിപ്പോൾ മാവ് പാത്താനും നല്ല സോഫ്റ്റായിരിക്കും. ചീട നമുക്കിതുപോലെ ഉരുട്ടപ്പെട്ട അമ്പിടുത്താൻ നമ്മൾ വെള്ളം വിട്ട് കുഴക്കപ്പെടും. മാവ് ரொம்ப അമിഴ്ത്തി പിശയേണ്ട കാര്യമില്ല, ലൂസായിട്ട് തന്നെ നമുക്ക് പിശയവും പെടും. പിന്നെ ഒരു തോർത്തിൽ ചിന്ന ബോളായിട്ട് ഇതുപോലെ ഉരുട്ടുന്നത് 3 വിരൽ വെച്ച് നമ്മളത് ചിന്നதாக പ്രസ് ചെയ്ത് തന്നെ ചീടയാക്കണം. അല്ലാതെ കയ്യിൽ വെച്ച് അഴുത്തി അത് നമ്മൾ പ്രസ് ചെയ്ത് ബോളാക്കപ്പെടാതെ 3 വിരലോട് ആവശ്യം തന്നെ ഉള്ളത്. ഇതുപോലെ എല്ലാം ചിന്ന ചീടയാ ഉരുട്ടിയിട്ട് ഉണക്കപ്പോട്ട് വയ്ക്കണം. വേണമെന്ന ഇതുപോലൊരു ടൂത്ത് പിക്ക് വെച്ച് ഓരോരോ ചീടയും നമ്മൾ ഇതുപോലെ കുത്തിയെടുത്തിട്ടാണ് അത് പൊട്ടാതെക്ക് നമുക്ക് സേഫായിട്ട് നമുക്ക് വറുത്തും എടുക്കല. ഒരു മീഡിയം ചൂടായിരിക്കാതെ പാക്കറത്തേക്ക് ഇതുപോലെ ഒരു ചീടയെ പോടുമ്പം അത് നല്ല ബബിൾസ് വരുത്. ഒരു പ്ലേറ്റിൽ ഇതുപോലെ ഒരു ലോട്ടെടുത്ത് ഒരു സൈഡിൽ ഇപ്പിടി ഒരുമിച്ച് പോട്ടിട്ടാൽ പോരും. ആദ്യം അത് കളരണ്ട, ഒരു 1 മിനിറ്റോളം അത് നന്ന് വെന്ത് കെട്ടാം. അതുക്കുള്ള അത് പൊട്ടറ് തന്നെ അന്ത സമയത്തിൽ നമുക്ക് തെരിയുകയും ചെയ്യും. അത് കഴിഞ്ഞ് പതുക്കെ ആപ്പയെ വെച്ച് കിളറി ഇനി തീ നല്ല മീഡിയമായിട്ടല്ല, കൊഞ്ചം കൂടെ ചിന്ന തീയിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുக்கிறதுக்கு. അപ്പോൾ നല്ല കറുമുറാന്ന് കിടക്കുകയും ചെയ്യും. ഉള്ളു നന്നായി വെന്തിരിക്കും. കളറും ரொம்ப ഡാർക്ക് ആവാതെ ഇതുപോലെ ബബിൾസോടെ ചത്തം നിൽക്കുമ്പോൾ അത് ഡ്രെയിൻ പണി എടുത്തിട്ട് തന്നെ കറക്റ്റ് നമുക്ക് ചീട റെഡിയാക്കി എടുക്കല. ഇതുപോലെ അടുത്ത ബാച്ചസും നമുക്ക് വറുത്തെടുത്താൽ പോരും. ഒരു പ്ലേറ്റിൽ ചീട എടുത്തിട്ട് ഇത് സൈഡിൽ ഒരുമിച്ച് അന്തപ്പുറം പോട്ടിട്ടാൽ പോരും. ഓരോന്നായിട്ട് പോടുறதுக்கு നിൽക്കണ്ട. 1 മണിക്കൂർ നമ്മൾ ഉണക്കി വെച്ചിട്ട് ശേഷമാക്കും പൊരിക്ക പോട്ടിരിക്കാൻ. ഒരു അരമണിക്കൂറിലേருந்து 1 മണിക്കൂർ വരെ ചീട ഉരുട്ടിയിട്ട് അത് കായപ്പോട്ട് വയ്ക്കണം. ഇതുപോലെ അടുത്ത ബാച്ചും നമുക്ക് ചീട റെഡിയായി കടച്ചാച്ച്. അതിലെന്താ ക്രാക്സ് വിഴുந்து തന്നെ ചീട കറക്റ്റാக വെന്തിരിക്കും, നല്ല ക്രിസ്പിയാവും ഇരിക്കും. ഇതുപോലെ എല്ലാ ചീടയും നമുക്ക് പൊരിച്ചെടുക്കലാം. ഇപ്പം നല്ല ക്രിസ്പിയാണ്. ഇതോടെ സൗണ്ട് നമുക്ക് കേൾക്കുമ്പോൾ തരും. നല്ല ക്രിസ്പിயாக വന്നിരിക്കും. ഇതുപോലെ നമുക്ക് ഉപ്പുചീട എളുപ്പം പണിയെടുക്കണം. എല്ലാവരും ഇതുപോലെ ഉപ്പുചീട ആற்றுல എളുപ്പം നമുക്ക് പണിപ്പാരുങ്കോ. ഇനി അടുത്തത് വെള്ളച്ചീട എപ്പടിയാക്കും പണറതെന്ന് പാക്കല. 3/4 ഗ്ലാസ് വെള്ളം 2 ടേബിൾ സ്പൂണും കൂടെ എടുത്തിരിക്കാൻ 3/4 ഗ്ലാസ് ജലം വിട്ട് ഉരുക്കിയെടുത്ത് അരിച്ചെടുക്കരുത്. അതുപോലെ തേങ്ങാ കഷ്ണങ്ങൾ ഇതുപോലെ നെയ്യിൽ
நல்லா வறுத்து அதில் கொஞ்சம் வெள்ளை எள்ளு கூட போட்டு ഗ്യാസ് ഓഫ് ചെയ്തിട്ടാൽ പോരും. ശർക്കര നന്നായി ഉരുകി കഴിഞ്ഞ് അത് നന്നായി ഇതുപോലെ തിളച്ച് പാകമൊന്നും ആവണ്ട. നന്നായി തിളച്ചതിന് ശേഷം അത് ചൂടോടെ 1.5 ഗ്ലാസ് അരിശിപ്പൊടിയാക്കി എടുത്തിരിക്കുന്നത്, 3/4 ഗ്ലാസ് ശർക്കരയ്ക്ക്. அந்த வெள்ளப்பா உருகின ചൂടോടെ തന്നെ നമ്മൾ இந்த അരിശിപ്പൊടിയെ പോട്ട് മിക്സ് பண்ணണം. അരിശിപ്പൊടി ചിന്നதாக വറുത്താൽ പോരാത്, നല്ല ചുമക്ക വറുത്തെടുക്കപ്പെട്ട അരിശിപ്പൊടിയായിരിക്കണം ഇത്. ഇതും കടയിലേന്ന് വാങ്ങിയ അരിശിപ്പൊടിയെ തന്നെ എടുത്തിരിക്കാൻ. അതിൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും എള്ളും കൂടെ പോട്ട് നന്നായി മിക്സ് പണി അതൊന്ന് നമുക്ക് കൈ പൊറുക്കറ ചൂടാവുമ്പോൾ ഒരു പ്ലേറ്റിൽ അത് മാറ്റി നന്നായി പിശഞ്ചെടുക്കല. നല്ല അമിഴ്ത്തി പിശയുമ്പം അത് നമുക്ക് ചേർന്ന് വരും. അതിൽ 1 ടീസ്പൂൺ നമ്മൾ വറുത്ത് പൊടിച്ച് ചലിച്ച് വെച്ചിരിക്കുന്ന ഉഴുന്നുപൊടിയും കൂടെ പോട്ട് നന്നായി പിശഞ്ച് ഇതിൽ തേവയാന കൊഞ്ചം വെള്ളം കൂടെ ഇതുപോലെ തളിച്ച് നല്ല സോഫ്റ്റ് മാവായിട്ട് നമുക്ക് പിശഞ്ചെടുക്കണം. ശർക്കര നമ്മൾ ഉരുക്കറത്തേക്ക് വിട്ടിരിക്കുന്ന ജലം കറക്റ്റ് ആക്കുമാന അത് പോരും. ഇതിപ്പോൾ കൊഞ്ചം കുറവായിരിക്കും, ചില അരിശിപ്പൊടിക്ക് കൊഞ്ചം കൂടെ വെള്ളം വേണ്ടി വരും. അത് തേവപ്പെട്ട് തന്നെ ഇതുപോലെ തെളിച്ച് പിശഞ്ചെടുത്തിട്ടാൽ പോരും. ഇപ്പം നമ്മൾ அந்த മാവ് ഉരുട്ടുമ്പം നല്ല ക്ലീൻ ബോളാ വരവും വേണം, അതിൽ ക്രാക്സ് വരപ്പെടാതെ. അതാക്കും அந்த മാവോടെ കറക്റ്റ് പരുവം. ഇതുപോലെ നല്ല സ്മൂത്ത് ബോളാ നമുക്ക് ഉരുട്ട പറ്റണം. ഇതുപോലെ அந்த മാവ് ഓരോരോ നമ്മൾ ഉപ്പുച്ചീടയും കാട്ടി പെരിശായിരിക്കണം വെള്ളച്ചീട. അതുപോലെ ഉപ്പുച്ചീടയോടെ എണ്ണയോടെ അന്ത ചൂട് വേണ്ട വെള്ളച്ചീടയ്ക്ക്, കൊഞ്ചം കൂടെ ചൂട് കുറഞ്ഞിരിക്കണം. എന്നിട്ട് ഉപ്പുച്ചീടയോടെ അത്രയും ചീടകൾ ഒരുമിച്ച് പോടപ്പെടാതെ ഒരു 10 ഇല്ലാട്ടന്നെ മാക്സിമം 12 அதுக்கு மேலே வெள்ளச்சீடை போடக்கூடாது. இப்போ எண்ணெய் நிறைய எடுத்திருக்கிறோண்டு அത്രയും போடலாம். கொஞ்சம் எண்ணெயானே 4-5 எண்ணம் போட்டு பொரிச்செடுத்துட்டால் போരും. വെള്ളച്ചീട പോട്ട ഉടനെ നമ്മൾ ആപ്പയെ വെച്ച് കിളറപ്പെടാതെ ഒന്ന് അത് വെന്ത് വരുമ്പോൾ ഇതുപോലെ ചിന്നതാ ഒന്ന് കിളറി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് കിളറി അത് നന്നായി വെന്ത് വരുമ്പോൾ அந்த ചത്തം മുഴുവൻ നന്നായിട്ട് കുറയും. அந்த വെള്ളച്ചീടയിൽ നിറയെ ക്രാക്സ് ഇതുപോലെ വരും. അതാക്കും അത് കറക്റ്റാக அந்த டெக்ஸ்டர் கரெக்டாக வந்திருக்கு காணும். നമ്മൾ എടുക്കുമ്പം അത്ര ക്രിസ്പിயாக ഇരിക്കാതെ അതിൽ വെള്ളം ഇരിക്കുന്നത് കൊണ്ട് ഒന്ന് തണുത്ത് വരുമ്പോൾ നല്ല മൊരുമൊരാന്ന് അത് വന്നിക്കും. അതുകൊണ്ട് മൊരുമൊര വറുത് വരെ പൊരിച്ചെടുക്കെടുത്താനെ അതിൽ വെള്ളം ഇരിക്കുന്നതുകൊണ്ട് ചൂടിൽ അത് കൊഞ്ചം ഉരുകി ഇരിക്കുന്നത് കൊണ്ട് அந்த ക്രിസ്പ് വരാതെ തണുക്കുമ്പോൾ തന്നെ വെള്ളച്ചീട ക്രിസ്പാக വരും. അപ്പോൾ അതെടുത്ത് കഴിഞ്ഞ് അതേമാതിരി അടുത്ത ബാച്ചും നമുക്ക് ഇതുപോലെ പൊരിച്ചെടുക്കണം. പൊരിച്ചെടുത്ത് വെള്ളച്ചീടയെല്ലാം ഇതായി കറക്റ്റാக കടച്ചിരിക്ക്, ഒന്നുപോലും വിണ്ടു പോയിട്ടില്ലേ. ഇതുപോലെ ഗോകുലാഷ്ടമിക്ക് എളുപ്പത്തിൽ നമുക്ക് വെള്ളച്ചീടയും ഉപ്പുച്ചീടയും ആത്തിലെ പണിയെടുക്കലാം. എല്ലാവരും இந்த மெத்தடில் பண்ணி பாருங்கோ. பிடிச்சதானா சேனலை லைக் ചെയ്യുங்கோ, சப்ஸ்கிரைப் ചെയ്യുங்கோ, ஷேர் பண்ணி சப்போர்ட் பண்ணுங்க.